നമസ്കാരം. കേരള ന്യൂസ് 60യുടെ വോട്ടുവണ്ടി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ കിഴക്കമ്പലം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ബാബു സേതാലിനെയാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. തീപ്പൊരി പ്രസംഗത്തിലൂടെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞേക്കുന്ന ആളാണ്. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കിഴക്കമ്പലത്ത് നിന്ന് മത്സരിക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് എനിക്കെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണല്ലോ എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആദ്യമേ പറയാനുള്ളത്. പിന്നെ കിഴക്കമ്പലത്തെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ പറ്റി ഞാൻ പറയാതെ തന്നെ മലയാളികളായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ശരിക്കും ഒരു രാഷ്ട്രീയ പോരിലുപരി ഇവിടെ നടക്കുന്നത് ഒരു കോർപ്പറേറ്റും ജനാധിപത്യവും തമ്മിലുള്ളൊരു വലിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കിഴക്കമ്പലത്ത് ജനാധിപത്യവും എല്ലാം നശിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടുത്തെ ജനങ്ങൾ ഒരു അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ 10 വർഷം കടന്നുപോയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും കിഴക്കമ്പലത്തിന്റെ മണ്ണിനെ മോചിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും ഉള്ളത്. ഇപ്പൊ പൊതുവെ വീടുകളൊക്കെ കയറി തുടങ്ങി കാണുമല്ലോ, എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? ഞങ്ങൾ നല്ല ആത്മവിശ്വാസി തന്നെയാണ്. കാരണം ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനുകളിൽ, കഴിഞ്ഞ 2015-ലാണെങ്കിലും 2020-ലാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്കുണ്ടായിരുന്ന ഒരു അനുഭവമല്ല ഇപ്പോൾ ഈ 2025-ലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾ ഇതിനെ മടുത്തു, അതിലൊരു തർക്കവുമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു അട്രാക്ഷനാണ് പറയാനുള്ളത്. 10 വർഷക്കാലമായിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എങ്കിൽ തന്നെയും 10 വർഷക്കാലമായിട്ട് ഇവര് ഈ പഞ്ചായത്തിൽ എന്നല്ല, ഇവർ ഭരിക്കുന്ന മറ്റു പഞ്ചായത്തുകളിലാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല. കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം പൊള്ളയാണ്. ഇവിടെ നിരവധിയായ ഫണ്ടുകൾ ലാപ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവർ ഓരോ തവണയും ഇതിന്റെ കോർഡിനേറ്റർ സംസാരിക്കുമ്പോൾ പറയുന്നു 32 കോടി രൂപയോളം കിഴക്കമ്പലം പഞ്ചായത്തിൽ ബാലൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം കോർഡിനേറ്റർ തന്നെ പറഞ്ഞു ബാലൻസ് ഒന്നുമില്ല, എല്ലാം തിരിച്ച് ഗവൺമെന്റിലേക്ക് പോയിന്ന്. ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ സാമ്പത്തിക വർഷവും ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും കൊടുക്കുന്ന ഫണ്ട് അത് കൃത്യമായിട്ട് ആ സാമ്പത്തിക വർഷം സമയബന്ധിതമായിട്ട് ഉപയോഗിക്കാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ 1 ആ ഫണ്ട് എല്ലാം തിരിച്ച് റിട്ടേൺ പോകും. പിന്നെ അടുത്ത സാമ്പത്തിക വർഷം കിട്ടുന്ന ഫണ്ട് ഇവിടെ ചെലവഴിക്കാത്തതിന്റെ കുറവ് നോക്കിയിട്ട് ആ കുറഞ്ഞ അളവിലുള്ള ഫണ്ട് പിന്നെ കിട്ടുള്ളൂ. അതുവഴി വരുമ്പോൾ പഞ്ചായത്തിനാണെങ്കിലും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണെങ്കിലും ഓരോ സമയത്തും ലഭ്യമാകുന്ന ഫണ്ടിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, ടോട്ടാലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മളത് കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് അനുവദിച്ച് തരുന്ന ഫണ്ടിൽ നിന്നും നമ്മൾ കൂടുതൽ ചെലവഴിക്കാൻ തയ്യാറാവണം. ഇത് ചെലവഴിക്കാതെ ഫണ്ട് എല്ലാം ബാങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 1 ആകുമ്പോൾ തിരിച്ചു പോകും. അതിലൊരു തർക്കമില്ല. അത് പഞ്ചായത്ത് രാജ് നിയമത്തിലുള്ള കാര്യമാണ്. ഈ പൊതുവെ ഈ 2020-യുടെ ഒരു ഭരണപരാജയം ഈ കുന്നത്തുനാട് മണ്ഡലത്തിൽ മുഴുവൻ തന്നെ ചർച്ചയാണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പൊ ഈ ആളുകളെയൊക്കെ പറഞ്ഞ് ഈ ഭരണപരാജയങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് അധികം സമയമൊന്നും വേണ്ടി വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അല്ല, ആളുകൾ ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയയും എല്ലാം ഇപ്പൊ എല്ലാവരും ലൈവായിട്ട് കാണുന്ന ആളുകളാണ്. നമ്മളിപ്പോ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ എല്ലാം മറ്റേ യൂത്താണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് യൂത്തിലുപരി പ്രായമായ ആളുകൾ, ഇപ്പൊ നമ്മൾ പല വീടുകളിൽ ഇപ്പൊ വോട്ട് ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോഴാണെങ്കിലും 10ഉം 70ഉം അല്ലെങ്കിൽ 10ഉം 60ഉം 65ഉം വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെ മറ്റേ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ പല വീടുകളിലും ചെന്നിട്ട് ഞാനിങ്ങനെ ഇന്ന ആളാണ്, ഞാനിങ്ങനെ മത്സരിക്കുന്നുണ്ട് എന്ന് പറയും. അറിയാം, ബാബു സേതാലിനെ ഞങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നത് ഇവിടുത്തെ യൂത്ത് അല്ല, എന്ന് പറയുന്നത് ഇവിടെ പ്രായമുള്ള ആളല്ല. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുവഴി കിഴക്കമ്പലത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനാധിപത്യ രീതിയിലുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനമല്ല, അത് ജനാധിപത്യ രീതിയിൽ എടുക്കുന്നതാണ്. അതിപ്പോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അങ്ങനെയാണ്. നേരെ മറിച്ച് 2020 എന്ന് പറയുന്ന ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ്. ആ വ്യക്തി പറയാണ് ഇപ്പൊ ഇന്ന് അവിടെ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആ 2020 എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകൾ, അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, പഞ്ചായത്ത് മെമ്പർമാരായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഹൈപ്പവർ കമ്മിറ്റിയിലിരിക്കുന്ന ആളുകളായിക്കോട്ടെ, ഇവർക്കൊന്നും സ്വന്തമായ ഒരു അഭിപ്രായമോ സ്വന്തമായ ഒരു തീരുമാനമോ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെന്ന് ചോദിച്ചാലും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ അടുത്തേക്ക് നമ്മൾ ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി അറിയാൻ വേണ്ടി ചെന്ന് ചോദിച്ചാൽ ആ പ്രസിഡന്റിന് മറുപടി ഇല്ല. പ്രസിഡന്റ് മറുപടി പറയണമെങ്കിൽ അത് സാബു ജേക്കബിനോട് ചോദിച്ചിട്ട് മാത്രമേ മറുപടി പറയാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അതിലെല്ലാം വലിയ അസംതൃപ്തരാണ്, അതിലൊരു തർക്കമില്ല. ഈ പൊതുവെ താങ്കൾ തന്നെ കിഴക്കമ്പലത്തിന് പുറത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ പറയുന്ന പൈസ കോടിക്കണക്കിന് രൂപ വരാന്ന് ഒക്കെ പറഞ്ഞിരുന്നു. ആരെങ്കിലും ഒക്കെ വന്നിരുന്നോ? ഇല്ല, അതൊരു ആരും ഒന്നുമില്ലല്ലോ. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ
ഞങ്ങൾ നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ 2020 വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ തോളത്ത് കയറുന്നുണ്ട്. അവരൊക്കെ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് പറയണം. അതിന്റെ ഹൈപ്പവർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ഉലഹന്നാൻ സാറുണ്ട്. അദ്ദേഹം ഇപ്പൊ അതിൽ നിന്നും ഈ എന്താ ഏകാധിപത്യം മറ്റേ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ചു വന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം പല വേദികളിലും പ്രസംഗിച്ചു. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിക്ക് മുമ്പും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നിർത്തിയിട്ടപ്പോൾ ഒരു കാരണം ഉണ്ടായിരുന്നില്ല. ഇത് വെറുതെ ജനങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിർത്തിയിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിർത്തിയിടുന്ന അത്രയും കാലം ഒന്നും കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിർത്തിയിട്ടു. അല്ലാതെ ഇത് അതിനാരെ ചോദ്യം ചെയ്യുന്നത്? ഉലഹന്നാൻ സാറും പറഞ്ഞു അതിനാരെ ചോദ്യം ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട എന്നാണ് ഉലഹന്നാൻ സാറിനോട് ഈ സാബു ജേക്കബ് പറഞ്ഞതെന്ന് അദ്ദേഹം പരസ്യമായിട്ട് വേദിയിൽ പ്രസംഗിച്ച കാര്യമാണ്. ഈ രാജിവെച്ച് വരുന്ന ആളുകളൊക്കെ വമ്പൻ വെളിപ്പെടുത്തലുകളാണ് നടത്തുന്നത്. ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണെന്നും സാബു ജേക്കബ് പറയുന്ന പൊള്ളയായിട്ടുള്ള പല കാര്യങ്ങളാണെന്നൊക്കെ ഇവർ തുറന്നു പറയുകയാണ്. ഇത് പ്രവർത്തിച്ച ആളുകളാണ്, കോർഡിനേറ്റേഴ്സ് അടക്കമുള്ള ആളുകളാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ഗുണമാവുന്നില്ലേ? ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണമാവുന്നുണ്ട്. അതില് ഇപ്പൊ അവരൊക്കെ വന്നിട്ട് അവര് ഒന്നും മിണ്ടാതിരിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അവർക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അവർ പറയാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഇതിലേക്ക് പോയത് വലിയ പ്രതീക്ഷയോട് കൂടിയാ. 2020 ഭാഗമായി അവർ മാറിയത് വലിയ പ്രതീക്ഷയോട് കൂടിയാ. പക്ഷെ അവര് എന്ത് പ്രതീക്ഷിച്ചാണോ അവിടെ പോയത് ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് അല്ലെങ്കിൽ ആ പ്രതീക്ഷയുടെ ഒരു 10% പോലും ഈ പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് കൂറ് പുലർത്താൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് തുടക്ക സമയത്തൊക്കെ കോർപ്പറേറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് അങ്ങ്. ആ നിരയിൽ അങ്ങക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് അങ്ങക്ക് ഇവിടെ നിന്ന് ഇതൊരു തട്ടിപ്പാണെന്നും പല വെട്ടിപ്പുവാണെന്നും ഒക്കെ വിളിച്ചു പറയുമ്പോൾ പല രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ അങ്ങക്കെതിരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളത് കീഴടങ്ങാതെ വീണ്ടും വീണ്ടും അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മറ്റു പല ആളുകളും പറയുന്നു. അതിൽ പ്രവർത്തിച്ച ആളുകൾക്ക് മനസ്സിലാവുന്നു. അവർ രാജിവെച്ച് പുറത്തേക്ക് വരുന്നു. വലിയൊരു സന്തോഷം തോന്നുന്നില്ലേ ഈ ഒരു പോരാട്ടത്തിൽ ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞാൽ? ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഉലഹന്നാൻ സാർ ഒരു വേദിയിൽ പ്രസംഗിച്ചു. ആ വേദിയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു സ്ത്രീ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു എന്താണ് ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരധികം സന്തോഷം തോന്നി. ഞങ്ങൾ കരുതിക്കൊണ്ടിരുന്നത് ഇപ്പൊ ബാബു സൈതാലി ആണെങ്കിലും ഇതിനെതിരെ പ്രസംഗിക്കുന്ന ആളുകളാണെങ്കിലും വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സത്യമാണ് എന്ന് സാർ ഇപ്പൊ വേദിയിൽ വന്ന് പറഞ്ഞപ്പോൾ അന്നൊക്കെ ഇവർ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ ഓർത്തത് ഇവർ കുറച്ചൊക്കെ കയ്യിൽ നിന്നും എടുത്തിട്ടൊക്കെ നുണയൊക്കെ ആയിട്ട് പറയുന്നതായിരിക്കും, പറയുന്ന കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ ഇപ്പൊ ഉലഹന്നാൻ സാറ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവരിത് കൃത്യമായിട്ട് മനസ്സിലാക്കി നാളുകളിൽ എന്ത് ഈ നാട്ടിൽ നടക്കുമെന്നുള്ളതിനെ പറ്റിയുള്ള നല്ല ബോധത്തോടു കൂടിയാണ് ഇവർ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. പിന്നെ ഈ പ്രസ്ഥാനത്തിനെതിരെ നമ്മൾ നിലകൊണ്ടത് സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയോട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് യാതൊരു വൈരാഗ്യവും ഇല്ല. സാബു ജേക്കബും എന്റെ ഫാദറും എല്ലാം നല്ല ബന്ധത്തിൽ പോയതാണ്. ഞാനും സാബു ജേക്കബ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബോബി ആണെങ്കിലും അദ്ദേഹവുമായിട്ടൊക്കെ നമ്മൾ നല്ല ബന്ധത്തിൽ പോകുന്നത്. ഇപ്പോഴും പല പൊതുവേദികളിലും വെച്ച് കാണുമ്പോൾ ഇപ്പൊ ബോബി ചേട്ടനാണെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സംസാരിക്കാറുണ്ട്. സാബു ജേക്കബ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടില്ലപ്പെട്ട് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ. പക്ഷെ എനിക്ക് അവരായിട്ടൊന്നും വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യമില്ല. പക്ഷെ അവരുടെ നിലപാടിനോട് നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. കാരണം അവര് ജനങ്ങളെ പറ്റിക്കുകയാണ്. അവരുടെ ആവശ്യത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവരുടെ പിന്നിൽ നിർത്തുന്ന ഒരു സാഹചര്യം അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു ജനാധിപത്യ ബോധമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിന് അംഗീകരിക്കാൻ കഴിയില്ല. അതിന് നമ്മൾ വേറൊരു പ്രതിഫലവും അതിനകത്തില്ല. ഞാൻ ഇതിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് ഒത്തിരി ഡാമേജ് സംഭവിച്ച ആളാണ് ഞാൻ. പക്ഷെ അതൊന്നും എനിക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് പോലും വലിയ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ എനിക്ക് അത് ഉണ്ടായതാണ്. പക്ഷെ ഞാൻ എന്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല. എനിക്കതിൽ തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങക്ക് തുടക്കം ഇത്തരം കാര്യങ്ങൾക്കെതിരെയൊക്കെ പ്രസംഗിച്ച രംഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് സൈബർ ആക്രമണം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങക്കെതിരെ വന്നിട്ടുള്ളത്. ഞാൻ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സൈബർ ആക്രമണം നടത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളൊരു നയമാണ്. അതിലൂടെ ഈ 2020 അവരുടെ അണികളൊക്കെ അന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിനൊന്നും കീഴ്പ്പെടാതെ താങ്കളൊക്കെ ഇങ്ങനെ ശബ്ദം വിളിച്ച് ഉയർത്തിയതുകൊണ്ട് തന്നെയാണ് നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് താങ്കൾക്ക് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുമല്ലോ. കാരണം ചന്ത അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം പൊളിച്ച് തവിടുപൊടിയാക്കിയിട്ടേക്കാണ്. കിഴക്കമ്പലത്തിന്റെ സ്ട്രക്ചറെ മാറ്റിയിരിക്കുകയാണ്. അതൊരു വലിയൊരു വെല്ലുവിളിയല്ലേ അത്? വെല്ലുവിളിയാണ്, അതിലൊരു തർക്കമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ ഈ വരാൻ പോകുന്ന 5 വർഷക്കാലം കിട്ടുന്ന സംസ്ഥാന കേന്ദ്ര ഫണ്ടുകൾ കൊണ്ട് ഇന്ന് കിഴക്കമ്പലത്ത് സംഭവിച്ചിരിക്കുന്ന വലിയ ഡാമേജ് നികത്തി എടുക്കാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾ ധരിക്കുന്നില്ല. ഇന്ന് കാണുന്ന കിഴക്കമ്പലം, ആ കിഴക്കമ്പലം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടാക്കി തീർത്ത. അതിന് പിന്നെ അതിനുശേഷം 1, 2, 3 റോഡ് BMBC നിലവാരത്തിൽ പണിതിട്ടുണ്ടാവാം. ആ റോഡുകളുടെ എല്ലാം ഗുണഭോക്താവ് ആരാണ് എന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ അതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് വന്നു ചേരുന്നത്
പോകുന്നത് ഈ പറയപ്പെടുന്ന സാബുവും ജേക്കബിന്റെ ഏതെങ്കിലും സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ മുന്നിലേക്കെല്ലാമാണ്. പിന്നെ ഈ സൈബർ ആക്രമണത്തെ പറ്റി പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എന്റെ ഒരു വീഡിയോയിൽ വന്നപ്പോൾ അതിന്റെ അകത്ത് താഴെ കണ്ടൊരു ഇതാണ്, നിനക്ക് വച്ചിട്ട് വല്ല പണിക്ക് പോകാൻ പാടില്ല. സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 150 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ ഇങ്ങനെ ഇറങ്ങി നടന്ന് സംസാരിക്കേണ്ട സാബുവിനെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യം എനിക്കില്ല. എനിക്കിപ്പോ ഇങ്ങനെ ഈ ഒരു കുപ്പായ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും അഴിമതിയോ കള്ളത്തരോ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല. ഇവര് പറയുന്നത് രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ്. രാഷ്ട്രീയക്കാരെ എങ്ങനെ കള്ളന്മാരാകും അതുകൂടി ഒന്ന് പറയാൻ തയ്യാറാവണം. വാക്കിൽ പറഞ്ഞു ഒതുക്കിയിട്ട് കാര്യമില്ല, എങ്ങനെ അതുകൂടി പറയാൻ സാബുവും ജേക്കബ് തയ്യാറാവണം. നേരെ മറിച്ച് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പറയുന്നു, സാബുവും ജേക്കബിന്റെ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ജനാധിപത്യ രീതിയിൽ മത്സരിച്ച് ജയിച്ച ഓരോ മെമ്പറും ഒരാൾ പോലും അഴിമതിയുടെ പുറത്തല്ല. കാരണം ഇവരെല്ലാം എല്ലാ മാസവും 20,000 25,000 കിറ്റെക്സ് ഗാർമെന്റ്സ് കമ്പനിയിൽ നിന്നും ശമ്പളം വാങ്ങുന്നുണ്ട്. ഇവരുടെ എല്ലാം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇവരെടുത്ത് കാണിക്കാൻ തയ്യാറാവട്ടെ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ഏതൊക്കെ ബാങ്കില് അക്കൗണ്ട് ഉണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രം മനസ്സിലാവും. അത് വെച്ചുകൊണ്ട് പരിശോധിച്ച് ഇവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരു ജനപ്രതിയായിട്ട് ഏതൊരു ഇതിലേക്കാണ് ചെല്ലുന്നതെങ്കിലും അവിടെ നമ്മൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആ സത്യവാചകം നമ്മൾ നീതി പുലർത്തണം. അതിനോട് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് 100% ബോധ്യം നമുക്ക് ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും ഒരു റോബോട്ട് അല്ലല്ലോ. നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയാൻ തയ്യാറാവുന്നവനാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അവനാണ് ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയും കടപ്പാടും ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തോടോ അല്ലെങ്കിൽ നമ്മുടെ നാടിനോടോ രാജ്യത്തോടോ ഒന്നും ഒരു പ്രതിബദ്ധതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും. അപ്പൊ ആ സത്യവാചകം എങ്കിലും ചൊല്ലിക്കൊടുത്തത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ ഇവിടുത്തെ 2020 ഒരു മെമ്പർക്കും ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ സമീപകാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന ഇപ്പൊ 2 പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതിൽ നിന്ന് രാജിവെച്ചു പോയി. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം രാജിവെച്ചു. അവരുടെ ഹൈ പവർ കമ്മിറ്റിയിലിരുന്ന ആളുകൾ രാജിവെച്ചു. ഇവരെല്ലാം പുറത്തു വന്നിട്ട് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇത് ആളുകള് മനസ്സിലാക്കുന്നില്ല. ഇവരൊന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളല്ല പറയുന്നത്. ഇവരെല്ലാം പറയുന്നത് ഈ പറയപ്പെടുന്ന ആളുടെ കീഴിൽ അടിമയായിട്ട് നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും രാജിവെച്ച് പുറത്തു പോകുന്നു എന്നാ പറയുന്നത്. ഇത് തട്ടിപ്പാണെന്നും പറയുന്നുണ്ട്. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കൊടിയ വിഷമാണെന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് വന്ന ആളുകൾ പറയുന്നത് മുഴുവൻ ഇതാണ്. അത് പറയുമ്പോൾ ഞാൻ കേട്ടേക്കുന്ന ഒരു കാര്യം, ഇവരെ ആക്രമിക്കുന്നത് ഇവരൊക്കെ പോകുന്നത് നല്ലതാ, ഇത്തരം ആൾക്കാരൊക്കെ പോകുന്നത് നല്ലതാന്ന് പറഞ്ഞാണ് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊതുവെ കിഴക്കമ്പലത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ ചന്തയില്ലാത്തത് കൊണ്ട് കർഷകരൊക്കെ വലിയ രീതിയിൽ തന്നെ അവരുടെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്താനൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ കർഷകരൊക്കെ ആയിട്ട് നിങ്ങൾ സംബന്ധിച്ചില്ലേ? അപ്പൊ എന്താണ് അവർ പറയുന്നത്? അവരെല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കിഴക്കമ്പലത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് അതിപൗരാണികമായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. കാരണം ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ നിന്നും ഇപ്പൊ വെറ്റില എന്നുള്ളൂ ഇപ്പൊ ഒന്നും വെറ്റില ഒന്നും കാണുന്നില്ല. പക്ഷെ അതിന് പകരം വേറെ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ട്. കിഴക്കമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ ഇഷ്ടംപോലെ കാർഷിക വൃത്തി ചെയ്യുവാനുള്ള സാഹചര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടുത്തെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിട്ട് ന്യായമായ വിലയ്ക്ക് ലേലം ചെയ്ത് സ്വന്തമായിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ആ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ആ മാർക്കറ്റ് ഇന്നില്ല. ആ മാർക്കറ്റ് ഒരു ഇതില്ലാത്ത രീതിയിൽ പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞ 4-5 വർഷമായിട്ട്. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി വേണം ഒരു പദ്ധതി കൊണ്ടുവരാൻ. അത് ഇപ്പൊ നിലവിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മളങ്ങ് പൊളിച്ചു കളയാം. എന്നിട്ട് ആ സ്ഥാനത്ത് തന്നെ അടുത്ത ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള പദ്ധതി വയ്ക്കുകയാണ്. അടുത്ത ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള പദ്ധതി വച്ച് അതിന്റെ ഫണ്ടും എല്ലാം അതിന്റെ DPC എല്ലാം അംഗീകാരം വാങ്ങിച്ച് ഫണ്ടും എല്ലാം റെഡി ആയതിനു ശേഷം മാത്രമേ നിലവിലുള്ള ബിൽഡിംഗ് പൊളിച്ചു കളയാവൂ. ആ ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞാൽ ഉടനടി അത് തറക്കല്ലിട്ട് സമയബന്ധിതമായിട്ട് അതിന്റെ പണി പൂർത്തീകരിക്കണം. അതിനുള്ള സാഹചര്യം ഒരുക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ഒരു ദിവസം രാവിലെ വന്ന് JCB വന്ന ബിൽഡിംഗ് എല്ലാം പൊളിച്ചു കളഞ്ഞു. അതിനുശേഷം പദ്ധതി ഉണ്ടാക്കാൻ പോയി നടക്കുവോ? അതാണ് ഇപ്പൊ കിഴക്കമ്പലത്ത് സംഭവിച്ചത്. ഈ ചെറുകിട വ്യവസായികളെല്ലാം തന്നെ വലിയ വിഷമത്തിലാണ്. അവരൊക്കെയായിട്ട് സംസാരിച്ചു നിലവിൽ ഈ പറയുന്ന അവിടെ നേരത്തെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണല്ലോ, അവിടെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ നശിച്ചുപോയി. അവരുടെ ജീവിത മാർഗം തന്നെ ഇല്ലാതെ അവരൊക്കെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ എന്തായാലും 100% ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ ഈ തവണത്തെ ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും വലിയൊരു അജണ്ട അത് തന്നെയാണ്. കാരണം കിഴക്കമ്പലത്തിന്റെ ഒരു മുഖച്ഛയാണ് കിഴക്കമ്പലത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ കിഴക്കമ്പലത്തെ മാർക്കറ്റും പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സും സമയബന്ധിതമായിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊജക്ട് അത് തന്നെയായിരിക്കും. സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിച്ച് അവിടെ കച്ചവടം നടത്തിയിരുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യവും അവിടെ മാർക്കറ്റ് പ്രവർത്തിക്കാനും നല്ലൊരു കിഴക്കമ്പലം. ഇപ്പൊ സിംഗപ്പൂർ ഒന്നും ഞങ്ങൾ പറയുന്നില്ല.
കാരണം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വികസനം അത് ഞങ്ങൾ ഇതിക്ക് മുമ്പും കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ബിൽഡിംഗ് ഇവർ അവകാശപ്പെടുന്ന ഇവർ പണിതാണെന്ന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു. മുഴുവൻ കുപ്രചരണമാണ്, എല്ലാം കുപ്രചരണമാണ്, എല്ലാം പൊളിഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗോഡ്സോൺ വില്ലയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം ഒരു വില്ല ഒരു സ്ഥലത്തും പണിതിട്ടില്ല. അതെ അതെ അതെ. ആ ഒരു വില്ലയിൽ നിന്നും ഞാൻ ഇതിക്ക് മുമ്പ് ഒരു മറ്റേ ഇതിൽ പറഞ്ഞതാണ്. അതിന്റെ പദ്ധതി കൊണ്ടുവന്നതും അതിന് DPC അംഗീകാരം മേടിച്ചതും എല്ലാം അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരുന്ന പഞ്ചായത്ത് ഭരണസമിതി ചെയ്തതാ. ഇനിയിപ്പോ ഇവര് അതിന് അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കാൻ ഒറ്റ ചോദ്യമുള്ളൂ, ഈ ഗോഡ്സോൺ വില്ലയ്ക്ക് ശേഷം ഒരു ഗോഡ്സോൺ വില്ല അവർക്ക് പണിയാൻ പറ്റിയിട്ടുണ്ടോ? ചോദ്യങ്ങളാണ് അവർ ഭയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഭയപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടുവർത്താനം പോലെ പറയുകയാണെങ്കിൽ ആരാന്റെ പന്തിയിൽ ചെന്ന് മറ്റു വിളമ്പിയ ആളാവുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഗോഡ്സോൺ വില്ലയുടെ കാര്യത്തിലും കിഴക്കമ്പലം പഞ്ചായത്തിലെ പല പദ്ധതികളുടെ കാര്യത്തിലും ഇവർ കാണിച്ചിട്ടുള്ളൂ. ഒരു ശുചിമുറി കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു കക്കൂസ് പണിയാൻ, പഞ്ചായത്തിൽ പൊതുവായ ഒരു കക്കൂസ് പണിയാൻ ഈ പറയപ്പെടുന്ന എന്താണ് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. വേറെ കൂടുതലൊന്നും പറയണ്ട, ഒരു കക്കൂസ് പണിയാൻ സാധിച്ചിട്ടില്ല. യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ഒരു പാർട്ടി പഞ്ചായത്തിൽ വന്ന് ഒരു പഞ്ചായത്തിനെ കുറേ വർഷം പിന്നിലോട്ട് അടിക്കുന്നു. ഇനിയിപ്പോൾ ആ പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലൊക്കെ ഈ പഞ്ചായത്ത് ഒരുപാട് പിന്നിലാണ്. അപ്പോൾ ഈ പഞ്ചായത്തിനെയും ഈ പറയുന്ന എല്ലാ ജനങ്ങളെയും ഒക്കെ കുറച്ചുകൂടി വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ദൗത്യം തന്നെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. എന്തായാലും അതിനുള്ള പ്ലാനുകളൊക്കെ റെഡിയായി കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും വീടുകളൊക്കെ കയറി തുടങ്ങി. തീർച്ചയായിട്ടും ഓക്കെ, ഒരു വലിയ വിജയപ്രതീക്ഷ തന്നെയാണ്. ഞങ്ങൾ വിജയപ്രതീക്ഷ തന്നെ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾ ജയിക്കുക എന്നുള്ളത് ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പൊ ഓരോരുത്തരും പലതും പറയുന്നുണ്ട്. ഇവിടുത്തെ ഈ നാടിന്റെ നന്മയ്ക്ക്, ഈ നാടിന്റെ ഒരു സുസ്ഥിരതയ്ക്ക്, ഈ നാട്ടിൽ കിട്ടേണ്ട വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി സമയബന്ധിതമായിട്ട് ഇവിടെ കിട്ടാൻ, അതിന് ഇവിടെ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം വന്നേ പറ്റൂ. ആ ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം വരണമെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർത്തുന്ന ആളുകൾ വിജയിച്ചേ പറ്റൂ. ഇവരൊന്നും ഇതുവരെയും ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇതിക്ക് മുമ്പ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഭരണത്തിലിരുന്ന സമയത്ത് വലിയ അഴിമതി കാണിച്ചു, വലിയ പൈസകൾ കട്ടുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 10 വർഷക്കാലമായിട്ട് അന്നിരുന്ന മെമ്പർ, ഞാൻ ഇതിക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ടിരുന്ന ആളാണ്. അതേപോലെ തന്നെ ഇപ്പൊ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആള് MP രാജൻ, അദ്ദേഹം ഒരു വാർഡിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇരുന്ന സമയത്ത് 100 രൂപയുടെ അഴിമതി കാട്ടിയതായിട്ട് ചെയ്തതായിട്ട് ഇന്ന് വരെയും ഇവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. മൈക്ക് എടുത്തുകൊണ്ട് അഴിമതിക്കാരാണെന്ന് പറയാൻ എനിക്കും സാധിക്കും, ആർക്കും സാധിക്കും. ഈ ശങ്കരാടി പറയുന്നത് പോലെ രേഖ എവിടെയെന്ന് ചോദിച്ചാൽ ഇതാണ് രേഖ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൈ ഉയർത്തി കാണിക്കാനേ പറ്റൂ. 100 രൂപയുടെ അഴിമതി ഇവിടെ ഞങ്ങൾ ആരും കാണിച്ചതായിട്ട് തെളിവ് സഹിതം ഞങ്ങളിത് പല പ്രാവശ്യം ചോദിച്ചതാണ്. മൈക്കിലൂടെയും എല്ലാം ഞങ്ങൾ ചോദിച്ചത്, ഞങ്ങൾ അഴിമതിക്കാരാണെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുപോകാം. ഇന്ന് പഞ്ചായത്ത് ഭരിക്കുന്നത് നിങ്ങളാണല്ലോ. നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ പഞ്ചായത്തിൽ ഇരിക്കും മുമ്പ് ഞങ്ങൾ ഇരുന്ന സമയത്ത് കാണിച്ച അഴിമതി എന്താണ് എന്ന് കാണിക്കാൻ പറ്റും. ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നു, ഞങ്ങൾ പല സ്ഥലത്തും പ്രസംഗിച്ചു പോകുന്ന കാര്യമാണ്. ഇവിടെ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി വന്നിട്ടുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഈ പറയപ്പെടുന്ന 2020 മെമ്പർമാർ ഇവിടെ ഇരുന്ന് നടത്തിയ അഴിമതി ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും. ഇല്ലെങ്കിൽ 31ാമത്തെ ദിവസം ഈ ജനങ്ങൾ ഞങ്ങളെ അടിച്ചിറക്കിക്കോട്ടെ. ജനങ്ങളെ അടിച്ചിറക്കണ്ട, ഞങ്ങൾ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാ. 30 ദിവസത്തിനുള്ളിൽ. അപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതൊരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കൊടിയ വിഷമായിരുന്നു എന്ന് തെളിവ് സഹിതം ഞങ്ങൾക്ക് ഈ കിഴക്കമ്പലത്തെ ജനങ്ങൾക്കും മലയാളികളുടെ മുന്നിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു 2020 സാബു ഏറ്റവും കൂടെ ഭയപ്പെടുന്നത് തന്നെയാണ്. ഈ പഞ്ചായത്തിന്റെ ഭരണം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പല തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും അഴിമതിയുടെയും കഥ പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ബാബു സൈതാനിനെ പോലുള്ള ആളുകളൊക്കെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കാവൽക്കാരനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജനപ്രതിനിധിയായി വന്നിട്ടുണ്ടെങ്കിൽ ആ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു നാടിന്റെ പോരാട്ടമാണ്. പണാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ജനാധിപത്യത്തിന് ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് ബാബു സൈതാലിക്ക് ജയിച്ചേ പറ്റൂ എന്ന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ക്യാമറമാൻ അഭിലാഷിനൊപ്പം രാഹുൽ സിരാജ്.